ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അബി ടെക് ആൻഡ് വ്ളോഗ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി പറയാൻ പോകുന്നത് BS4 ക്ലാസിക് വണ്ടിയിൽ ഉണ്ടായ ഒരു മിസ്സിങ്ങും അത് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതുമാണ്. ഒരു വണ്ടിയിൽ മിസ്സിംഗ് ഉണ്ടാവുക എന്നത് ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് മിസ്സിംഗ് ഉണ്ടാകാം. അത് എന്താണെന്ന് കറക്റ്റായി തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. ആ ഒരു വണ്ടിയിൽ എത്രത്തോളം മിസ്സിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ആക്സിലറേഷൻ കൊടുത്ത് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ അറിയാൻ സാധിച്ചു കാണും, ആക്സിലറേഷൻ കൊടുത്ത സമയത്ത് തന്നെ നല്ല രീതിയിലുള്ള മിസ്സിങ് വണ്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു വണ്ടിയിൽ മിസ്സിങ് ഉണ്ടാകാൻ പല കാരണങ്ങളാണ്. കാർബിൻ്റെ ഇഷ്യൂ കൊണ്ടുണ്ടാവാം, കറണ്ടിൻ്റെയോ പ്ലഗിൻ്റെയോ പ്ലഗ് അഡാപ്റ്ററിൻ്റെയോ കാനസ്റ്ററിൻ്റെയോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മിസ്സിങ് ഉണ്ടാകാവുന്നതാണ്. അതെന്താണ്, എന്ത് കാരണം കൊണ്ടാണെന്ന് കറക്റ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെക്ക് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടിയിൽ ഇത്ര നല്ലോണം മിസ്സിങ് വരാനുള്ള കാരണവും കണ്ടെത്തി. നമ്മുടെ മെയിൻ പ്ലഗിലേക്ക് കറണ്ട് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയിൽ ഇപ്പോൾ മിസ്സിങ് വരാനുള്ള കാരണം. മെയിൻ പ്ലഗിലേക്ക് കറണ്ട് വരാതിരുന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒരു വണ്ടിയിൽ മിസ്സിങ് വരാനുള്ള കാരണം മെയിൻ പ്ലഗിലേക്ക് കറണ്ട് കൊടുക്കുന്ന ഇഗ്നീഷ്യൻ കോയിൽ കംപ്ലൈന്റ് ആയിരുന്നു. മെയിൻ പ്ലഗിന്റെ ഈ കാണുന്ന ഇഗ്നീഷ്യൻ കോയിൽ റീപ്ലേസ് ചെയ്ത സമയത്ത് ആ ഒരു മിസ്സിങ്ങും സോൾവ് ആയി. അപ്പോൾ ഈ ഒരു വണ്ടിയിലുണ്ടായ മിസ്സിങ്ങും അത് എന്ത് കാരണം കൊണ്ടാണെന്നും അത് എങ്ങനെ സോൾവ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മറ്റ് മിസ്സിംഗ് ഉണ്ടാകാനുള്ള കാരണങ്ങളും അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതുമായിട്ടുള്ള വീഡിയോസുകൾ ഈ ഒരു ചാനലിൽ തന്നെ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഗ്നീഷ്യൻ കോയിൽ മാറിയതിനു ശേഷം വണ്ടി മിസ്സിംഗ് കംപ്ലൈന്റ് സോൾവ് ആയതിനു ശേഷമുള്ള സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ എന്താണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും അബി ടെക് ആൻഡ് വ്ളോഗ്സ് സൈനിങ് ഔട്ട്.